Good morning once again. Symmetry എങ്ങനെ പോകുന്നു? ഗ്രൂപ്പ് തിയറി ഇത് സ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കുറച്ചൊരു ഇമാജിനേഷൻ വേണ്ട സംഗതിയാണ്. പക്ഷെ ഇതിന് വൈഡ് റേഞ്ചിങ് അല്ലെങ്കിൽ വാസ്റ്റ് റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ട്. ഈ ഓരോ സിമെട്രി ഓപ്പറേറ്റേഴ്സും ഈ മാട്രിക്സസ് ആയിട്ട് മെട്രിക്സുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ മെട്രിക്സ് ഈ കോമ്പിനേഷൻ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ടൻ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനനുസരിച്ച് സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ പ്രോപ്പർട്ടി, ക്രിസ്റ്റലോഗ്രാഫി, അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷോൺഫ്ലൈസ് പോയിന്റ് ഗ്രൂപ്പ് നോട്ടേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തെത്തിയത് ഇവിടെയായിരുന്നു മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി. അത് CI ആയിരുന്നു, C1 ആയിരുന്നു പറഞ്ഞിരുന്നത്. മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി C1. ഓക്കെ, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അടുത്തുനിന്നുമായിട്ട്. അടുത്തതാണ് ഗ്രൂപ്പ് CS. മോളിക്യൂൾ നോക്കിക്കോളൂ, നോക്കൂ. ഇൻ ഗ്രൂപ്പ് CS, molecules which have merely a plane of symmetry sigma in addition to E are included in the group CS. എന്ന് പറഞ്ഞേ ഇക്ക് പുറമെ, അതായത് ഐഡന്റിറ്റി എലമെന്റിന് പുറമെ ഒരു മിറർ പ്ലെയിൻ മാത്രമുള്ള വേറെ ഒന്നുമില്ലാത്ത മോളിക്യൂൾസ് ആണ് ഇത് CS ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി കാണും. ഈ മോളിക്യൂൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ പേരെന്താ? ക്ലോറോ ഫ്ലൂറോ മെത്തൈൻ. ഈ ക്ലോറോ ഫ്ലൂറോ മെത്തൈനിൽ നിങ്ങളൊരു പ്ലെയിൻ ഇമാജിൻ, ഈ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഈ മോളിക്യൂളിനും ഈ എല്ലാ മോളിക്യൂളിനും ഉള്ള പോലെ ഇതിനും ഉണ്ട്. ഇതല്ലാതെ ഒരു മിറർ പ്ലെയിൻ ഉണ്ടാകുന്നത്. ഏതാണ് ആ മിറർ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്ത് നോക്കി. ഈ ഹൈഡ്രജൻ ഈ കാർബണിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്ലെയിനിൽ ഇതിൽ കൂടെ ഈ മൂന്ന് ആറ്റങ്ങളെയും ബൈസെക്ട് ചെയ്യാവുന്ന ഒരു പ്ലെയിൻ, അത് ഈ കാർബണിൽ കൂടെയും ഫ്ലൂറിനാറ്റത്തിൽ കൂടെയും ക്ലോറിനാറ്റത്തിൽ കൂടെയും കടന്നു പോകുന്ന ഒരു പ്ലെയിൻ. ഇതിന്റെ ഈ ഒരു ഡയഗണൽ പ്ലെയിൻ ആണ് ശരിക്കും. നമ്മൾ ഡയഗണലിൽ നിന്ന് തിരിച്ച് വെർട്ടിക്കലിൽ നിന്ന് തിരിച്ചു പറയുന്നില്ല, ഒരു സിഗ്മ പ്ലെയിൻ. നോക്കൂ, ഈ ക്ലോറിനാറ്റം ഈ ക്ലോറിനാറ്റത്തിൽ കടന്നു പോകുന്ന ഒരു പ്ലെയിനിൽ ഞാൻ റിഫ്ലക്ഷൻ എടുക്കുന്നു. അപ്പുറത്തെ ഹാഫും ഇപ്പുറത്തെ ഹാഫും ഐഡന്റിക്കൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്ന പേരാണ് CS. ഇനി CS-ന് അടുത്ത എക്സാമ്പിൾസ് നോക്കി. ആൽഫ ക്ലോറോനാഫ്തലിൻ, 1-ക്ലോറോനാഫ്തലിൻ എന്ന് പറയും. ആൽഫ ക്ലോറോനാഫ്തലിൻ ആൻഡ് 4-chloro-1,2 ഡൈബ്രോമോബെൻസീൻ. 4-chloro-1,2 ഡൈബ്രോമോബെൻസീൻ. ഇതിന് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. ഏത് പ്ലെയിൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനോ? അത് നിങ്ങൾക്കുള്ള വർക്കാണ്, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഓക്കെ, CS ആണ്. അതായത് ഒരു മിറർ പ്ലെയിൻ ഈക്കോ പുറമെ. ഇതിന്റെ പ്ലെയിൻ ഏതായിരിക്കും? ഈ മോളിക്കുലർ പ്ലെയിൻ ആയിരിക്കും, വേറെ പ്ലെയിൻ ഒന്നുമില്ല. ഈ മോളിക്യൂൾ നിൽക്കുന്ന ഈ ബോർഡിന്റെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ പ്ലെയിനിൽ നിങ്ങൾ റിഫ്ലക്ഷൻ എടുത്ത് നോക്കി, ഒരു ഐഡന്റിക്കൽ ഇമേജ് കിട്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ വേറെ ഒറ്റ പ്ലെയിൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് CS വരും. അടുത്തതാണ് ഗ്രൂപ്പ് CI. എന്താണ് എക്സ്പ്രഷൻ? Molecules which possess just an inversion center I as their symmetry element in addition to E are said to belong to the group CI. Example: trans 1,3 dichlorotrans 2,4 dimethyl cyclobutane and trans 1,2 dibromotrans 1,2 dichloroethane. ഒത്തിരി മെനക്കെട്ടുള്ള കോമ്പൗണ്ടാണ്. അതായത് ആദ്യത്തെ പറഞ്ഞ കോമ്പൗണ്ട് നമുക്ക് ഒരെണ്ണം നോക്കാം. അതൊരു സൈക്ലോബ്യൂട്ടൈൻ സ്ട്രക്ചറാണ്. അതിൽ എല്ലാ കോർണറുകളിലും ഗ്രൂപ്പുകളുണ്ട്. ഞാൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയാൽ ഈ മോളിക്യൂള്, ഇതാണ് നമ്മൾ പറഞ്ഞ മോളിക്യൂള്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്നിന് നമ്പർ കൊടുക്കണം. ഇതിൽ ഏതിനാ നമ്പർ കൊടുക്കണ്ടേ? ക്ലോറിനാണോ മീഥൈലാണോ ആദ്യം വരാൻ? ക്ലോറിൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്പർ ചെയ്തു 1, 2, 3, 4. അങ്ങനെ നമ്പർ എങ്ങനെ പറഞ്ഞാൽ നോക്കി. 1,3 ഡൈക്ലോറോട്രാൻസ്. ഇവിടെ 1, ഇവിടെ 3. 1-ല് ക്ലോറിൻ ഉണ്ട്, 3-ല് ക്ലോറിൻ ഉണ്ട്. അത് ട്രാൻസ്പൊസിഷനാണ്, ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും. 1,3 ഡൈക്ലോറോട്രാൻസ്. ഇനി ഏതാ? 2,4 ഡൈമീഥൈൽ. അത് ട്രാൻസിനെയാണ്. ട്രാൻസ് ഡൈമീഥൈൽ സൈക്ലോബ്യൂട്ടൈൻ. ഇതിന് ഒരു ഇൻവേർഷൻ സെന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ ഇൻവേർഷൻ സെന്റർ ഡിഫൈൻ ചെയ്തിട്ടേക്കണേ?
it's a point. Center of symmetry or center of inversion is the point about which the molecule is inverted. We will get an identical or indistinguishable image. Otherwise, we can define center of symmetry in such a way. It's a point from which lines when drawn on opposite sides will meet at identical positions or equal positions in a molecule. അപ്പോൾ ഞാനിവിടെ ഈ സെൻറ്ററിൽ ഒരു പോയിന്റ് ഞാൻ ഇമാജിൻ ചെയ്തു. ഈ ക്ലോറിൻ ആറ്റത്തിലേക്കും ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ ക്ലോറിൻ ആറ്റത്തിലേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ആ ലൈൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടേക്ക് വരും? ഈ ക്ലോറിനിലേക്ക് എത്തും. മനസ്സിലായി? അതൊരു സെൻറ്റർ ഓഫ് സിമെട്രിയാണ്. അത് ഐ. അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിൽ നിന്ന് ഞാൻ ഈ ഡിറക്ഷനിൽ ഈ മീഥൈൽ ഗ്രൂപ്പിലെ CH3യിലേക്ക് ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ലൈൻ വരച്ചാൽ ഈ CH3യിലേക്ക് എത്തും. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് വരയ്ക്കണേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ലൈൻ വരച്ചാൽ ഇവിടേക്ക് വരും. എനിവേ അതാണ് സെൻറ്റർ ഓഫ് സിമെട്രി. ഇവിടെ അതുപോലെ തന്നെ ഈ മോളിക്യൂളിൽ ഇത് ഡൈബ്രോമോ, ട്രാൻസ് ഡൈബ്രോമോ, ട്രാൻസ് ഡൈക്ലോറോ എത്തൈനാണ് ഈ സാധനം. എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇതിൻ്റെ ന്യൂമാൻ റെപ്രസെൻറ്റേഷനാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കും. ന്യൂമാൻ റെപ്രസെൻറ്റേഷൻ ഈ മോളിക്യൂളിൻ്റെ സെൻട്രൽ ഒരു പോയിന്റിൽ നിന്ന് മോളിക്യൂളിൽ നിന്ന് ഈ ബ്രോമിലേക്ക് ഞാൻ വരച്ചാൽ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചാൽ എന്ത് സംഭവിക്കും? ഈ ബ്രോമിലേക്ക് എത്തും. അതുപോലെ തന്നെ ക്ലോറിൻ്റെ കേസിലും അല്ലെങ്കിൽ തന്നെ ഈ ഹൈഡ്രജൻ്റെ കേസിലും. അപ്പോൾ അത് ഒരു സെൻറ്റർ ഓഫ് സിമെട്രിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഈ മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എക്സ്പ്രഷൻ പറഞ്ഞു നോക്കി. ഈക്ക് പുറമെ ഒരു ഈ സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? CI. ഇപ്പോൾ കറക്റ്റല്ലേ? CI. ഇനി മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രിയാണ് അടുത്തത് MHS. ഇതുവരെ നമ്മൾ പറഞ്ഞത് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി MLS. ഇത് MHS. The MHS class contains molecules characterized by the presence of a CN axis along with other symmetry elements. ഒരു പ്രിൻസിപ്പൽ ആക്സിസ് അതിനകത്തുണ്ടാവും, CN ആക്സിസ്. അത് മറ്റ് സിമെട്രി എലിമെന്റുകൾ പ്ലെയിൻ സിമെട്രിയോ എന്താ പറയുക സെൻറ്റർ ഓഫ് സിമെട്രിയോ ഒക്കെ ഈയോ എല്ലാം ഉണ്ടാവും. അതിനോടൊപ്പം ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ CN എന്ന് നമ്മൾ വിളിക്കുക. നോക്കൂ, ഗ്രൂപ്പ് CN. Those molecules for which the only symmetry element other than E as a proper rotation axis CN are said to belong to the group CN. Most molecules for which the only symmetry element other than E as a proper rotation axis CN are said to belong to the group CN. മറ്റ് സിമെട്രി എലിമെന്റിന്റെ കൂടെ ഒരു പ്രിൻസിപ്പൽ ലൈൻ ഓഫ് ആക്സിസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് CN. Example, H2O2 belong to C2 and H3BO3 boric acid structure ആണ്. H3BO3 belong to C3. Examples for C3 and C2. നോക്കൂ, ഇത് പ്ലെയിനുള്ളതല്ല. കാരണം എന്താ? ഈ ഓക്സിജനിൽ നിന്ന് ഹൈഡ്രജൻ ബോണ്ട് ബോഡിന്റെ പ്ലെയിനിലേക്ക് ഉയർന്നു നിൽക്കണേ, ഇങ്ങോട്ട് തള്ളി നിൽക്കണേ. ഇതും ഇങ്ങോട്ട് ഫ്രം ദ പ്ലെയിൻ. ഓക്കെ, ഔട്ട്വേർഡ്. ഈ മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ നിന്ന് ഈ ഹൈഡ്രജൻ ആറ്റം ഔട്ട്വേർഡാണ് നിൽക്കണേ, തള്ളി. നേരെ ഔട്ട്വേർഡ് അല്ല, അതിൻ്റെ ഒരു ടെട്രാഹൈഡ്രൽ പൊസിഷൻ, ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ടെട്രാഹൈഡ്രൽ പൊസിഷൻ മാനേജ് ചെയ്തുകൊണ്ടാണ് വരിക. H2യുടെ സ്ട്രക്ചർ പോലെ തന്നെ H3BO3. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ പ്രിൻസിപ്പൽ ആക്സിസ് റൊട്ടേഷൻ ഏതാ? ഇത് മോളിക്കുലാർ പ്ലെയിൻ ആണെങ്കിൽ ഈ ബോറോൺ ആറ്റത്തിൽ കടന്നു പോകുന്ന അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ അത് വെച്ച് ഞാൻ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു ഐഡന്റിക്കൽ ഇമേജ് കിട്ടും. ശരിയല്ലേ? ഓരോ 120യിലും ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് വിളിക്കും C3 ആക്സിസ് എന്ന് വിളിക്കുക. മറ്റ് ആക്സിസുകൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? മറ്റേ എലമെന്റ് E ഉണ്ടാവാം. പിന്നെ ഏതാ? നിങ്ങൾ ബാക്കി എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കിക്കൊള്ളാം. സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നിങ്ങളുടെ വർക്ക്. ഞാൻ മുമ്പ് ഒരു വീഡിയോ തന്നിരുന്നു ഒട്ടർബൈൻ യൂണിവേഴ്സിറ്റിയുടെ. ആ യൂണിവേഴ്സിറ്റിയിലെ ഓരോ മോളിക്യൂൾസിൻ്റെയും സിമെട്രിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മോളിക്യൂളിൻ്റെ പേരടിച്ചു കൊടുത്താൽ അതിൻ്റെ സിമെട്രി എലമെന്റ് ഏതൊക്കെയെന്ന് കിട്ടും. അത് നിങ്ങൾക്കുള്ളൊരു അസൈൻമെന്റ് ആണ്. ഞാൻ ഈ പറയുന്ന മോളിക്യൂൾസിൻ്റെ സിമെട്രി എലമെന്റ് നിങ്ങൾ അനലൈസ് ചെയ്തുള്ളത്. അടുത്തത് H2O2. ഇതിന് C2 സിമെട്രി ആക്സസ് ഉള്ള ഈ ഹൈഡ്രജൻ പുറത്തേക്കും ഈ ഹൈഡ്രജൻ നോക്കൂ. ഞാൻ ഇതിന് C2 ആക്സസ് ചെയ്ത് വഴിക്കുക വരണേ. ഞാൻ ഈ
ഈ ആക്സിസിൽ ഈ മൗസ് പോയിന്റ് നോക്കുക നിങ്ങൾ, ഈ ആക്സിസിൽ ഞാൻ ഒരു C2 ആക്സിസ് റൊട്ടേഷൻ നടന്നു, 180 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഹൈഡ്രജൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് തള്ളിപ്പോവും. ഇവിടെ അകത്തേക്ക് തള്ളി നിൽക്കുന്നത് പുറത്തേക്ക് വരുമ്പോൾ 180 ഡിഗ്രി റൊട്ടേഷൻ കഴിയുമ്പോൾ പുറത്തേക്ക് തള്ളി വരും. ഒരു C2 ആക്സിസാണ്. ഈ ഉണ്ട് അതിന്. മറ്റ് എലമെന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ നോക്കിക്കൊള്ളാം. ഇല്ലാന്ന് എനിക്ക് തോന്നണേ. എനിവേ ഞാൻ പറഞ്ഞു മാത്രം. ഇനി അടുത്ത് ഗ്രൂപ്പ് SN. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കോമ്പൗണ്ടാണ്. In case if a molecule possesses SN axis, it would always be associated with a CN/2 axis. With a CN/2 axis. അതായത് SN ആക്സിസ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൾട്ടർനേറ്റിംഗ് ആക്സിസ് സിമെട്രി പറഞ്ഞപ്പോൾ അതിന്റെ പകുതി ആംഗിളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നിട്ട് റിഫ്ലക്ഷൻ എടുക്കുന്നു അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ. അപ്പോൾ ഐഡന്റിക്കൽ ഇമേജ് വരുമ്പോൾ നമ്മൾ SN ആക്സിസ് എന്ന് വിളിക്കുക. ഓക്കെ, SN ആക്സിസ് ഉണ്ടെങ്കിൽ അതിന് ഒരു CN/2 ആക്സിസ് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇൻ കേസ് ഇഫ് എ മോളിക്യൂൾ പോസസ് SN ആക്സിസ്, it would always be associated with the CN/2 axis collinear with SN axis. If no other symmetry element is present except possibly I, the molecule is said to belong to the point group called SN. SN. Example: 1,3,5,7 tetrafluorocyclooctatetraene. ഓക്കെ, ഈ പൊസിഷൻ ഞാൻ 1 എന്ന് നമ്പർ കൊടുത്താൽ 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇതിൽ ഫ്ലൂറിനാണോ അതിന് ഡബിൾ ബോണ്ടിനാണോ ആദ്യത്തെ നമ്പർ കൊടുക്കണ്ടേ? ഇവിടെ രണ്ടും ഒരുപോലെ വരാമെന്ന് എഴുതിയേക്കണേ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. ഈ ഇവിടെ ഗ്രൂപ്പ് ഞാൻ കാണിച്ചിട്ടില്ല. ഈ നീണ്ടു നിൽക്കുന്നൊക്കെ ഏതാ? ഫ്ലൂറിൻ ആറ്റങ്ങളാ. 4 എണ്ണം. ഒരടിയിലേക്ക്, ഒരെണ്ണം ഇവിടെ അടിയിലേക്ക്, ഒരെണ്ണം ഇവിടെ മുകളിലേക്ക്, ഇവിടെ ഒരെണ്ണം മുകളിലേക്ക്. സ്ട്രക്ചർ ഏകദേശം മനസ്സിലായി. ഇനി മോളിക്യൂളിനെ ഞാൻ ഒരു ഇതിന്റെ ആക്സിസ് അതിന്റെ പകുതി ആംഗിളിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഈ മോളിക്യൂളിന്റെ പേര് മനസ്സിലായല്ലോ. 1,3,5 tetrafluorocyclooctatetraene. 4 ഡബിൾ ബോണ്ട്, 4 ഫ്ലൂറിൻ ആറ്റങ്ങൾ. അതിന്റെ പൊസിഷനുകൾ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യേണ്ടി വരും നോക്കാലോചിക്കൂ. ഇതിലെ SN ആക്സിസ് ഞാനിതിനെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒക്ടഗൺ അല്ല, ഒരു ഒക്ടഗൺ തന്നെ അല്ലേ? 4 കോർണർ അല്ലേ? 8 കോർണർ ഒക്ടഗൺ. ഒക്ടഗൺ ഷേപ്പിലെ. പക്ഷെ ഇത് മോളിക്യൂൾ ഇങ്ങനെ വഞ്ചി പോലെ നിൽക്കുള്ളൂ. കാരണം എന്താ? ടെട്രാഹൈഡ്രൽ ജോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അത് ഈ ലീനിയർ ആണെങ്കിൽ പക്കേഡ് റിംഗ് ആയിട്ട്, ഐ മീൻ എന്താ പറയുക, sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ലീനിയർ ആയിട്ട് അത് 6 ആഗിലൊക്കെ ആയിട്ട് നിൽക്കും. ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, കുറച്ച് സ്ട്രെയിൻഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് ഇങ്ങനെ വഞ്ചി പോലെ. നിങ്ങൾ ഈ ചെരാദം കണ്ടല്ലേ? ചെരാദിന്റെ ഷേപ്പിലായി മോളിക്യൂൾ നിൽക്കുക. ഒക്ടഗൺ ഷേപ്പിൽ ഒരു ചെരാദം ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുമോ അതുപോലെ. അതിൽ നിന്ന് ഗ്രൂപ്പുകൾ പുറത്തേക്ക് നിൽക്കും. അപ്പം അതിനെ ഞാൻ ഒരു ഒക്ടഗണാണ് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഒരു 45 ഡിഗ്രി നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഏത് ആക്സിസിൽ? ഇന്റർന്യൂക്ലിയർ ഈ മോളിക്യൂള് ഏകദേശം ഈ പ്ലെയിനിലാണ് നിൽക്കണമെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ഞാൻ റൊട്ടേഷൻ നടത്തുന്നത്. ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും? ഈ മോളിക്യൂള് ഇവിടേക്ക് വരും. ഈ മോളിക്യൂളല്ല, ഈ ഗ്രൂപ്പ് ഇവിടേക്ക് വരും, ഈ ഗ്രൂപ്പ് ഇവിടേക്ക് വരും, ഈ ഗ്രൂപ്പ് ഇവിടേക്ക് വരും. ഇത് ഇവിടേക്ക് ആൾട്ടർനേറ്റ് ചെയ്യും 45 ഡിഗ്രിയിൽ. ഓക്കെ, അത് ഞാൻ പെർപെൻഡിക്കുലർ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരും മോളിക്യൂള്. അപ്പോൾ നമ്മുടെ മോളിക്യൂള് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കിട്ടും. നിങ്ങൾ ഇമാജിൻ ചെയ്തുള്ള ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൻ്റെ മോഡലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്തായാലും നേരിട്ട് കണ്ട് കാണേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കാണെന്ന് വിചാരിക്കണം. ഇനി നേരെ അധികം കളയില്ല. കാരണം ഇപ്പോൾ ഇങ്ങനെ മോളിക്യൂള് കാണിച്ചു തരാതെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുഴുവൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന് ഏത് ആക്സിസ് ഉള്ളത്? S4 ആക്സിസ് ആണ് ഇതിനുണ്ടാവുക. S4 ആക്സിസ് ക്ലിയർ ആയോ? ഇനി ഗ്രൂപ്പ് CNB. Molecules which have a CN axis as well as
n number of sigma v's without any other characteristic elements are said to belong to the point group CnV. Molecules which have a Cn axis as well as a number of sigma v's without any other characteristic elements are said to belong to the group CnV. ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പ്രിൻസിപ്പൽ ആക്സിസ് C2 ആണെങ്കിൽ 2 സിഗ്മ പ്ലെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ മിറർ പ്ലെയിൻ ഉണ്ടാകും. ഈ C3 ആണെങ്കിലോ 3 മിറർ പ്ലെയിൻ, C4V ആണെങ്കിലോ 4 മിറർ പ്ലെയിൻ. ആ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് CnV. മോളിക്യൂൾ നോക്കൂ, C2Vക്ക് എക്സാമ്പിൾ ആണ് ഈ മോളിക്യൂളൊക്കെ. വാട്ടർ മോളിക്യൂൾ നിങ്ങൾ മാനേജ് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഈ മോളിക്കുലർ പ്ലെയിനിലെ പെർപെൻഡിക്കുലർ പ്ലെയിനിലെ ആ റിഫ്ലക്ഷൻ ആക്സിസ് ഏതാ? C2 ആക്സിസ് ആണ്. C2 ആക്സിസ് n നമ്പർ 2 ആണ്. 2 മിറർ പ്ലെയിൻ, വാട്ടർ മോളിക്യൂൾ 2 മിറർ പ്ലെയിൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതാണ്, അതുകൊണ്ടാണ് C2V വരുന്നത്. ഇനി ഈ മോളിക്യൂൾ ഇതും C2V തന്നെയാണ്. എന്താ കാരണം? ഇതിലെ ആക്സിസ് ഏതാ? C2 ആക്സിസ് ഏതാ? അത് മോളിക്യൂൾ ഉണ്ടാക്കി നോക്കിയാൽ പറയാം. നോക്ക്, ഞാൻ ഇങ്ങനെ പറയാം തൽക്കാലം. ഈ 2 ക്ലോറിൻ ആറ്റങ്ങൾക്കൂടെയും ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്കൂടെയും സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ആക്സിസ് ഞാൻ ഇമാജിൻ ചെയ്യുന്നു. അപ്പം എങ്ങനെ വരും? ഈ ഡിറക്ഷൻ ഏകദേശം ഇങ്ങോട്ട്. ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിൽ കൂടെ ക്ലോറിൻ ആറ്റങ്ങൾ കടന്നു പോകണം. ക്ലോറിൻ അല്ല, കാർബൺ ആറ്റത്തിലൂടെ. ഈ അതായത് 4 ബോണ്ടുകളുടെ സെൻറ്ററിൽ കൂടെ കടന്നു പോകണം. 4 ബോണ്ടുകൾ, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കണം. ഈ കാർബൺ ക്ലോറിൻ ബോണ്ട്, ഈ കാർബൺ ക്ലോറിൻ ബോണ്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കണം. ഒരു ഏകദേശം ഇങ്ങനെ പോകണ ഒരു ആക്സ്. ഇത് 3 ഡയമെൻഷൻ അല്ലാത്തതിൻ്റെ പേര് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ ഇപ്പുറത്തും ഈ ക്ലോറിൻ ഇപ്പുറത്തും വരും. ഈ ക്ലോറിൻ ഇപ്പുറത്തും ഈ ക്ലോറിൻ ഇപ്പുറത്തേക്കും വരും. ഈ ഹൈഡ്രജൻ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരും. C2 ആക്സിസ് എന്നുള്ളത്. അപ്പോൾ 2 മിറർ പ്ലെയിൻ വേണം. ഏതൊക്കെ മിറർ പ്ലെയിൻ? ഈ ക്ലോറിൻ ആറ്റം, ഈ കാർബൺ ആറ്റം, ഈ ക്ലോറിൻ ആറ്റം ഒരു പ്ലെയിൻ കട്ട് ചെയ്താൽ 2 ഹൈഡ്രജൻ ആറ്റം അപ്പുറത്തേക്ക് നിൽക്കും, ഐഡന്റിക്കൽ ഹാഫ്സ് ആണ്. നേരെ തിരിച്ച് ഈ കാർബൺ ഹൈഡ്രജൻ, ഈ കാർബൺ ഹൈഡ്രജൻ അതിൽ കൂടെ പോകാവുന്ന ഒരു പ്ലെയിനിൽ ഞാൻ കട്ട് ചെയ്യണമെങ്കിൽ കാർബൺ ക്ലോറിൻ ബോണ്ട് ഒരു സൈഡിലും കാർബൺ ക്ലോറിൻ ബോണ്ട് അടുത്ത സൈഡിലായിട്ട് വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വേറൊരു പ്ലെയിനും കിട്ടും. ഐഡന്റിക്കൽ ഹാഫ്സ് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഈ C3V ആണ് അമോണിയ മോളിക്യൂളിന്റെ ബെസ്റ്റ് വേ. ഇവിടെ ലോൺ പെയറും കൂടി ഉണ്ടാവും. ലോൺ പെയർ പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് വലിയ അത് ഇവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഞാൻ അതുപോലെ നോക്കി, ഏതാ? Cl3CO. Cl3CO. ഓക്കെ. അടുത്തൊരു മോളിക്യൂൾ നോക്കി, CH3Cl. ഏതാ? CHCl3 ക്ലോറോഫോമാണ്. ഇത് ക്ലോറോമെത്തീനാണ് സാധനം. അപ്പോൾ CHCl3 അതിനും സെയിം സ്ട്രക്ചർ ഉണ്ടാവാം. CHCl3 അതായത് നമ്മൾ ഒരു മോളിക്യൂൾ മനസ്സിലായി ഏകദേശം സിമിലർ പൊസിഷൻ ഉള്ളത് അസോസിയേറ്റ് ചെയ്യും മോളിക്യൂൾസ്. ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഇതാണെങ്കിൽ അതിനോട് സിമിലർ സ്ട്രക്ചറുള്ള വേറെ മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പും അത് തന്നെയായിരിക്കും. അങ്ങനെ അസോസിയേറ്റ് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഓരോന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ സമയം പിടിക്കുകയും വേറെ ഒന്ന് അനലൈസ് നോക്കാൻ പറ്റില്ല, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചെയ്യാം. അപ്പോൾ നോക്കൂ, C3V. അപ്പോൾ ഇവിടെ ഞാൻ ഈ അമോണിയം മോളിക്യൂളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിന് ഈ നൈട്രജനിക്കോടെ അല്ലെങ്കിൽ ഈ ലോൺ പെയറിക്കോടെ കടന്നു പോകാവുന്ന ഈ ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ അടുത്ത സെൻറ്ററിൽ കൂടെ പോകാവുന്ന ഒരു ആക്സിസ് ഞാൻ ഇമാജിൻ ചെയ്ത് അതിൽ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഐഡന്റിക്കൽ ഇമേജുകൾ കിട്ടും. ഓരോ 123ലും. അതായത് അത് C3 ആക്സിസ് ആണ് ഇത് എന്ന് പറയുന്നത് ഞാൻ. C3 ആക്സിസ്. അപ്പോൾ ഈ C3 എന്നിന്റെ വാല്യൂ 3 ആകുമ്പോൾ 3 മിറർ പ്ലെയിൻ. എങ്ങനെയാ? ഈ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടിൽ കൂടെ ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഐഡന്റിക്കൽ ഹാഫ്സ്. ഈ നൈട്രജൻ ഹൈഡ്രജൻ കൂടെ കട്ട് ചെയ്താലും 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടും. ഈ നൈട്രജൻ ഹൈഡ്രജൻ കൂടെ കട്ട് ചെയ്താലും 2 ഐഡന്റിക്കൽ. അതുപോലെ തന്നെ ഈ ഓരോ കേസിലും ഏതാ? Cl3CO. ഇവിടെയോ CH3Cl ക്ലോറോമെത്തൈൻ. ഇതിനും ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത മോളിക്യൂൾ ഏതാ? CHCl3 ക്ലോറോഫോം അല്ലേ? ഈ അടുത്തൊന്നാണ് C4Vക്ക് എക്സാമ്പിൾ, XeOF4. ഇത് സെനോണാറ്റാണ് സെൻട്രൽ. ഇതാണ് ഓക്സിജൻ, ഓരോ ഫ്ലൂറിൻ ആറ്റം. SbF5 ഇതുപോലെ തന്നെ ഇരിക്കും. SbF5 ഇതിന്റെ ആക്സിസ് ഏതാ? C4. 4 വെർട്ടിക്കൽ പ്ലെയിൻ. ഈ കേസിൽ ഇതുപോലെ തന്നെ
ഏതാ 4 വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു C4 ആക്സിസ് ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു C4 ആക്സിസ് ഉണ്ടാവും, 4 വെർട്ടിക്കൽ പ്ലെയിൻ. മനസ്സിലായി കാണുമല്ലോ അല്ലേ? അടുത്ത ഗ്രൂപ്പ് CNH. Molecules which have a CN axis and a sigma H but no n number of sigma V's are said to belong to the point group CNH. An SN axis would obviously be present. Example, trans 1,2-dichloroethane and planar hydrochloric acid. ഇവിടെ എന്താ പറഞ്ഞേ? ഒരു CN ആക്സിസ് ഉള്ള ഒരു സിഗ്മ, ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ, CN ആക്സിന് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ CH, പക്ഷെ n നമ്പർ സിഗ്മ വീസ് ഉണ്ടാവണം നിർബന്ധമല്ല. അപ്പോൾ ഒരു SN ആക്സിസും അത് മിക്കവാറും ഉണ്ടാവും. അത് വളരെ ക്ലിയർ ആണ്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഹയർ ഓർഡർ മാത്രം പറഞ്ഞാൽ മതിയാവുമല്ലോ. അപ്പോൾ എക്സാമ്പിൾ ഏതാ? ട്രാൻസ് 1-chloroethane, ട്രാൻസ് 1,2-dichloroethane ആൻഡ് പ്ലാനാർ ഹൈഡ്രോബോറിക് ആസിഡ്. നമുക്ക് മോളിക്യൂള്, ഈ മോളിക്യൂൾ നോക്കി, ഇതിന് ഏതാ CN ആക്സിസ്? ഏതാ? ഈ ഒരു ആക്സിസ് ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങൾ. ഏതാ? ഇതിൽ 120 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. ഈ ആക്സിൽ 120 റൊട്ടേറ്റ് ചെയ്ത് നോക്കി, കിട്ടുമോ? റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്കും ഇത് മുകളിലേക്കും വരുള്ളൂ, ഐഡന്റിക്കൽ ഇമേജ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കി, ഈ ബോണ്ട്, അതായത് ഇവിടെ ക്ലോറിൻ എന്ന് വിചാരിക്കും, ഈ ക്ലോറിനോടെ ഈ കാർബണിക്കോടെ അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രിക്കോടെ കടന്നു പോകാവുന്നൊരു ബോണ്ട്. ഈ ക്ലോറിൻ, ഈ ബോണ്ടിന്റെ സെന്റർ, ഈ ക്ലോറിൻ, ഇതിൽ കൂടെ കടന്നു പോകാവുന്ന ഒരു ലൈൻ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. അത് വെച്ച് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐഡിയൽ ഇമേജ് കിട്ടും. നിങ്ങൾ ഉറപ്പാണ്, നിങ്ങൾ നോക്കി ആലോചിച്ച് നോക്കിയോളൂ. ഈ ഹൈഡ്രജൻ കറങ്ങി ഇപ്പുറത്തേക്ക് വരും, ഈ ഹൈഡ്രജൻ കറങ്ങി ഇപ്പുറത്തേക്ക് വരും. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഈ ഒരു ആക്സിസ്, ഈ ഹൈഡ്രജൻ, ഈ ബോണ്ടിന്റെ സെന്റർ, ഈ ഹൈഡ്രജൻ കടന്നു പോകുന്ന പ്ലെയിൻ, അപ്പോഴും സെയിം റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാ? n = 2. ഇനി ഇവിടെ ഒരു എന്താ പറയാ, പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ഒരു സിഗ്മ H വേണം. പ്രിൻസിപ്പൽ ആക്സിസ് ഏതാണോ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ഒരു സിഗ്മ H ഉണ്ടാവും. ഏതാ പ്രിൻസിപ്പൽ ആക്സിസ്? ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ അല്ലേ ഒരു സിഗ്മ H വേണം. ഏതാ? അപ്പൊ പ്ലെയിൻ ഇതായിരിക്കും. ഈ പ്ലെയിനിൽ റിഫ്ലക്ഷൻ സ്ഥലം ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടും. ഈ മൗസ് പോയിന്റ് കാണിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ, ഇത് ആക്സിസ് ആയിട്ട് എടുത്താൽ അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഇനി ഇതാണ് ആക്സിസ് ആയിട്ട് എടുക്കണമെങ്കിലോ അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ. അതുപോലെ തന്നെ പ്ലാനാർ ഹൈഡ്രോബോറിക് ആസിഡ്, നേരത്തെ കണ്ടത് ആക്ച്വൽ സ്ട്രക്ചർ ആണ്, ബോണ്ടുകൾ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു ഹൈഡ്രോബോറിക് ആസിഡ് പറഞ്ഞ്. പ്ലാനാർ ഹൈഡ്രോബോറിക് ആസിഡിന് ഇത് ഒരു C3 ആക്സിസ് ഇവിടെ ഉണ്ട്, അതിനൊരു പെർപെൻഡിക്കുലർ പ്ലെയിനും ഉണ്ട്, റിഫ്ലക്ഷൻ എടുത്ത് ഐഡന്റിക്കൽ ഇമേജ് കിട്ടാവുന്നത്. എല്ലാ അറ്റത്തേക്കൂടെയും കടന്നു പോകാവുന്ന പ്ലെയിൻ ഇമാജിൻ ചെയ്ത് ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടും. അപ്പൊ അത് പ്രിൻസിപ്പൽ ആക്സിസ് ഇവിടെ C3 ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയാ മിറർ പ്ലെയിൻ ആണ്. അതുകൊണ്ടാണ് സിഗ്മ H എന്ന് വിളിക്കുന്നത്. SN ആക്സിസും മിക്കവാറും ഉണ്ടാവും, നമ്മളതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളതിനെ ഇത് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് C2H ആണ്, ഈ കോമ്പൗണ്ടോ C3H ആണ്. H സ്റ്റാൻഡ്സ് ഫോർ ഹൊറിസോണ്ടൽ പ്ലെയിൻ perpendicular to the principal axis. ഈ ഗ്രൂപ്പ് DN ആണ് അടുത്തത്. Molecules having a CN axis and n number of equally spaced C2 axis perpendicular to principal axis as the only symmetry elements belong to the point group DN. Molecules having a CN axis and n number of equally spaced C2 axis perpendicular to principal axis as the only symmetry elements belong to the point group DN. ഇത് മനസ്സിലായി? ഒരു പ്രിൻസിപ്പൽ ആക്സിസ് CN ഉണ്ടാവും, എന്നിന്റെ വാല്യൂ എത്രയാണോ അത്രയും നമ്പർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസും ഉണ്ടാവണം. ക്ലിയർ ആയി? വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളതിനെ DN എന്ന് വിളിക്കും. സ്ക്യൂ കൺഫോമർ ഓഫ് എത്തൈൻ. ഇതിലേതാ സ്ക്യൂ കൺഫോമർ? ഇത് നമ്മൾ സ്റ്റാഗേർഡ് എന്ന് പറയാം. ഇവിടെ ഇതാണ് സ്ക്യൂ, ചെറിയ വ്യത്യാസമുള്ളത്. ഇത് എക്ലിപ്സ്ഡ് അല്ല, ചെറിയ വ്യത്യാസം.
ഈ ആംഗിളിനെ, ഈ അപ്പുറത്തെ കാർബണിൽ ഈ ഹൈഡ്രജനും ഫ്രണ്ട് കാർബണിൽ ഈ ഹൈഡ്രജനും തമ്മിലുള്ള ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഹീഡ്രൽ ആംഗിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റീരിയോ കെമിസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കും ഡൈഹീഡ്രൽ ആംഗിൾ. ഈ ഡൈഹീഡ്രൽ ആംഗിൾ ഈ 60 ഡിഗ്രി ആവുമ്പോഴാണ് എന്ത് വരുന്നത്, സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഡൈഹീഡ്രൽ ആംഗിൾ 0 ആവുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് മറന്ന എക്ലിപ്സ്ഡ്. ഇത് വളരെ കുറച്ച്, ഈ ഡൈഹീഡ്രൽ ആംഗിൾ വളരെ ചെറിയൊരു ആംഗിൾ ആകുമ്പോഴാണ് നമ്മൾ അതിന് സ്കീ കൺഫേം എന്ന് പറയാം. സ്കീ പല തരത്തിൽ പോസിബിൾ ആവും. അപ്പോൾ അതിന് നമുക്ക് വിളിക്കാം അതിന് ഡി ആണ്. ഇപ്പം ഇതിന് C2 ആക്സസ് എങ്ങനെയുണ്ടാവുക, CN ആക്സസ്. ഞാൻ ഈ മോളിക്കുലർ പ്ലെയിനിലെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ഞാൻ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. നോക്കൂ, 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ ഇവിടേക്ക് എത്തും, ഈ പുറയിലുള്ള ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ പൊസിഷനിലേക്ക് വരും. അതുപോലെ ഓരോന്നും മാറും. എന്ന് പറഞ്ഞാൽ അത് എന്താ, ഒരു C3 ആക്സിസ് ആണ്. C3 ആക്സിസ് ഉണ്ട്. പിന്നെ ഒരു 3 ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C3 ആക്സിസ് ഉണ്ടാവും. എങ്ങനെ കിട്ടാന്ന് നോക്കി, ഞാനിതാ ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഉള്ളിൽ കൂടെ ഈ ഫ്രണ്ട് കാർബണും ബാക്ക് കാർബൺ കാണാൻ പറ്റില്ല, രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടിന്റെ സെന്ററിൽ കൂടെ ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് പോകുന്ന ഒരു ലൈൻ ഇമാജിൻ ചെയ്തു, ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അതായത് C2 ആക്സസ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ അപ്പുറത്തേക്ക് പോകും, ഇവിടേക്ക് വരും. ഈ ഹൈഡ്രജൻ ഫ്രണ്ടിലേക്ക് വരും, ഇവിടെ ഇതുപോലെ നേരെ മറിഞ്ഞ അപ്പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഈ ലൈനിൽ ഈ കാർബൺ ബോണ്ടിന്റെ സെന്ററിൽ കൂടെ പോകാവുന്ന ഈ 2 ഹൈഡ്രജൻ കൂടെ പോകുന്ന ഒരു ആക്സിസിൽ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇത് സെയിം സിറ്റുവേഷൻ, ഇവിടെയും സെയിം സിറ്റുവേഷൻ, 3 ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള C2 ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഈ D3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇതിന് കിട്ടും. ഇവിടെയും നമുക്ക് ആലോചിച്ച് നോക്കി D3 കിട്ടും. പക്ഷെ ഇതിന് മറ്റ് സിഗ്മെട്രി എലമെന്റ്സ് ഉള്ളതിന്റെ പേരിൽ ഇതിനെ വേറെ ഗ്രൂപ്പിലെ പെടുത്തിയേക്കണേ. ഓക്കെ, ഇതിനും D3 എന്നുള്ള ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുമെന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിന് മറ്റ് സിമെട്രി എലമെന്റ്സ് ഉള്ളതിന്റെ പേരിൽ നമ്മൾ വേറെ ഗ്രൂപ്പിലെ പെടുത്തുക. പക്ഷേ ക്യൂ കൺഫോമർ ഏതാ, പ്യുവർലി D3. അടുത്ത് ഗ്രൂപ്പ് DNH. Molecules conforming to the group DNH will contain a CN axis, an equally spaced C2 axis perpendicular to CN axis, and ABD and a sigma H. ഇപ്പം എന്താ പറഞ്ഞേ, DNH എന്തൊക്കെ വേണം, ഒരു CN ആക്സസ് ഉണ്ടാവും, ഈക്വലി സ്പേസ്ഡ് C2 ആക്സസ് ഉണ്ടാവണം, പെർപെൻഡിക്കുലർ ആവണം ഈ പ്രിൻസിപ്പൽ ആക്സസിന്. അഡീഷണലി ഒരു പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ഒരു പ്രിൻസിപ്പൽ ആക്സസ് പെർപെൻഡിക്കുലർ ആയിട്ട് മിറർ പ്ലെയിനും വേണം. ഓക്കെ, അപ്പൊ അതിന് N നമ്പർ സിഗ്മ വി ഒപ്പം ഉണ്ടാവും, അത് ഉറപ്പാണ്. നമ്മൾ പക്ഷെ അത് നോക്കണമെന്നില്ല എന്ന് മാത്രം. ഈ മിനിമം ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ഏത് വിളിക്കും, DNH കാറ്റഗറി എന്ന് വിളിക്കും. എക്സാമ്പിൾ നോക്കി, എത്തിലീൻ. ഇവിടെ പ്രിൻസിപ്പൽ ആക്സസ് ഏതാ, C2 ആക്സസ് ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റ് ആക്സസുകളും C2 ആക്സസ് ആണ്, വേറെ ഹയർ ഓർഡർ ഒന്നുമില്ല. അപ്പൊ ഇതൊരു C2 ആക്സസ് ആണ്. ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു C2 ആക്സസ് ആണ് ഇത്. ശരിയല്ലേ? ഇനി ഈ മോളിക്യൂളിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ എടുത്ത് നോക്കി, അത് C2 ആക്സസ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡിന്റെ പ്ലെയിനിലുള്ള അതിന് പാസ് ചെയ്യുന്ന ബോർഡിന്റെ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ മോളിക്യൂളിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ബോണ്ടിങ് ഈ പോയിന്റിൽ കൂടെ മോസ്റ്റ് നോക്കി പെർപെൻഡിക്കുലർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിമായി അതും C2 ആണ്. എങ്ങനെ നോക്കിയാലും ഏത് C2 ആക്സിസിന് നോക്കിയാലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റ് 2 C2 ആക്സിസ് ഇവിടെ ഉണ്ടാവും. ആ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ മിറർ പ്ലെയിനും കിട്ടും. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് D2H. കാരണം Nന്റെ വാല്യൂ ഇവിടെ 2 ആയതിന്റെ പേരിൽ. ഈ നാഫ്തലീനും ഇതേ രീതിയിലുള്ള സ്ട്രക്ചർ കിട്ടുന്നത് മാച്ച് ചെയ്ത് നോക്കുക. എല്ലാം വഴിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ക്ലാസ് വല്ലാണ്ട്